താലിബാൻ അധികാരമേറ്റതു മുതൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കാണാതെ പോയ ആ 7 ഹെലികോപ്റ്റർ എവിടെയാണ്? ഈ 7 ഹെലികോപ്റ്റർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ എങ്ങനെയാണ് കാണാതായത്? ഈ ഹെലികോപ്റ്റർ ഏത് രാജ്യം വഴിയാണ് യാത്ര ചെയ്തത്? ഈ ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്ന രാജ്യത്തെത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ താലിബാനെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാധുനികമായിട്ടുള്ള, അതായത് മോസ്റ്റ് മോഡേൺ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉള്ള ഒരു ഹെലികോപ്റ്ററാണ്. 7 ഹെലികോപ്റ്ററുകളാണ് മോഷ്ടിക്കപ്പെട്ടതായി താലിബാൻ കരുതിയിരുന്നത്. വളരെ കാലമായുള്ള ചർച്ചയുണ്ടായിരുന്നു. ഈ നിഗൂഢതയുടെ തിരശ്ശീല നീങ്ങി ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മോഷണം പോയതായി കരുതപ്പെടുന്ന ഈ 7 ഹെലികോപ്റ്ററും അമേരിക്കയിൽ നിന്ന് കണ്ടെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. 2021 US അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു. അങ്ങനെയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറുന്നത്. കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉപേക്ഷിച്ചു പോയത് എന്നുള്ളത് വേറൊരു കാര്യം. സൈനിക ഉപകരണങ്ങൾ ഉപേക്ഷിച്ചു അമേരിക്ക പലായനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേസമയം താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ വ്യോമസേനയിലെ 7 പൈലറ്റുമാർ 7 UH-60A ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളുമായി രക്ഷപ്പെട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പറക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ 7 ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാനിലെത്തിയ ഈ ഹെലികോപ്റ്റർ അവിടെ നിന്നും അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പൈലറ്റുമാർ ഇത് താലിബാന്റെ കയ്യിൽ ഈ ഹെലികോപ്റ്റർ എത്താനേ ആഗ്രഹിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഈ പൈലറ്റുമാർ ഈ ഹെലികോപ്റ്റർ റാഞ്ചിക്കൊണ്ട് പറന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയതും അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയതും താലിബാൻ അറിഞ്ഞിരുന്നില്ല. താലിബാൻ ഇപ്പോഴും ഈ ഹെലികോപ്റ്ററിനായിട്ടുള്ള അന്വേഷണം രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ ഈ നീക്കത്തിൽ താലിബാൻ വളരെയധികം അസ്വസ്ഥരാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇനി UH-60A ഹെലികോപ്റ്റർ എന്താണെന്ന് നോക്കാം. ലോകമെമ്പാടും ആവശ്യക്കാരുള്ള ഒരു ഹെലികോപ്റ്ററാണ് ഈ UH-60A എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ. അമേരിക്കയുടേതാണ് ഈ ഹെലികോപ്റ്റർ. വളരെ കൃത്യവും ഫലപ്രദവുമായിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. ലോകമെമ്പാടും ഇതിന് ആവശ്യക്കാരുണ്ട്. സിക്കോർസ്കി എയർക്രാഫ്റ്റ് നിർമ്മിച്ച ഈ ഹെലികോപ്റ്റർ 1970 മുതൽ US സേനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇറാൻ എന്നിവയുൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ യുദ്ധങ്ങളിലാണ് അമേരിക്ക ഇത് വ്യാപകമായി ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. സൊമാലിയൻ ആഭ്യന്തര യുദ്ധക്കാലത്തും ഈ ഹെലികോപ്റ്റർ വളരെ ഫലപ്രദമായി അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഹെലികോപ്റ്ററിന് 4100 കിലോഗ്രാം ഭാരവും ഉയർത്താനും മണിക്കൂറിൽ 100 മൈൽ വേഗതയിൽ പറക്കാനും കഴിയുമെന്നുള്ളതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഹെലികോപ്റ്ററിന് 4 ക്രൂ അംഗങ്ങൾക്ക് പുറമെ പൂർണ്ണമായും സജ്ജീകരിച്ച 14 സൈനികരെയോ കുറഞ്ഞ ആയുധങ്ങളുള്ള 20 സൈനികരെയോ വഹിക്കാൻ കഴിയും എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒഴിഞ്ഞു കിടക്കുമ്പോൾ പോലും ഹെലികോപ്റ്ററിന് മണിക്കൂറിൽ 185 മൈൽ വേഗത്തിൽ പറക്കാനായി കഴിയും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. $20.4 മില്യൺ ഈ ഹെലികോപ്റ്ററിന്റെ വില വരുന്നത്. ഇത് 34 രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പോലെ തന്നെ 3 ലക്ഷത്തിലധികം ആയുധങ്ങൾ ഉപേക്ഷിച്ചാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക 73 ഹെലികോപ്റ്ററുകൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ 7 UH-60A എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ മാത്രമാണ് ഉസ്ബെക്കിസ്ഥാൻ വഴി അമേരിക്കയിൽ എത്തിയത് എന്നും അറിയാനായി സാധിക്കുന്നു. താലിബാൻ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം US സൈന്യം നിരവധി ആയുധങ്ങൾ നിർവീര്യമാക്കിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു കോൺസ്പിറസി പുറത്തു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലിബാൻ പാകിസ്ഥാന് നേരെയും ഇന്ത്യക്ക് നേരെയും ഉപയോഗിക്കാനാണ് അമേരിക്ക ഇത്തരത്തിൽ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോയത്. അത് അമേരിക്കയുടെ ഒരു തന്ത്രമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക പുറത്തു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് അവിടെ ഉപേക്ഷിച്ച് പോയതാണ്. അല്ലെങ്കിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യം എങ്ങനെയാണ് താലിബാനിൽ ഉപേക്ഷിച്ച് പോകുന്നത്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ച് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ലോകരാജ്യങ്ങൾ അപ്പോൾ തന്നെ ഉയർത്തിയിരുന്നു. നേരത്തെ ഈ അമേരിക്ക അവിടെ ഉപേക്ഷിച്ച് പോയ സ്റ്റീൽ ബുള്ളറ്റുകൾ, അതായത് തോക്കിൽ ഉപയോഗിക്കുന്ന, ഗണ്ണിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ബുള്ളറ്റുകൾ ഇന്ത്യൻ അതിർത്തിയിൽ കശ്മീർ സൈനികർക്ക് നേരെ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റീൽ ബുള്ളറ്റുകൾ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ട്രാവൽ ചെയ്ത് കശ്മീർ അതിർത്തിയിൽ എത്തിയത് എന്നുള്ളൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. അത് അമേരിക്ക കൃത്യമായി കശ്മീരിൽ ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കാൻ താലിബാൻ വഴി പാകിസ്ഥാനിൽ എത്തിച്ചു കൊടുത്തതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും അമേരിക്ക 40,000 JMB വിമാനങ്ങളും 12,000 HMV വിമാനങ്ങളും അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. 48 ദശലക്ഷം ഡോളർ വില മതിക്കുന്ന വെടിയുണ്ടകൾ അവിടെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഉപേക്ഷിച്ചു പോയി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ താലിബാൻ എന്ന് പറയുന്ന ആ ഒരു വൻ സൈന്യത്തിന്, അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത സൈന്യത്തിന് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹെലികോപ്റ്റർ ഉണ്ട്, പക്ഷെ പറത്താൻ അറിയില്ല. വലിയ വലിയ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയില്ല. ഇവർക്ക് ആകെ അറിയാവുന്നുള്ളത് ഒളിപ്പോരാണ്. ഒളിപ്പോരിൽ ഇവർ അഗ്രഗണ്യരാണ്. അതായത് ഗറില്ല യുദ്ധം, അതിൽ അഗ്രഗണ്യരാണ്. അതാണ് പാകിസ്ഥാൻ നേരെയൊക്കെ ഇവർ
പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതും പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അതാണ് ഇവരുടെ ന്യൂക്ലിയർ വെപ്പൺ എന്നാണ് പാകിസ്ഥാനിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ താലിബാന് ആ മറുപടി കിട്ടിയിരിക്കുന്നു. തങ്ങളുടെ 7 ഹെലികോപ്റ്ററുകളും അമേരിക്കയിൽ സുരക്ഷിതമായി തന്നെ ഉണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.